ഹായ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു ഹെയർ മേക്ക് ഓവർ വീഡിയോ ആണ്. ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ചായി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 5-6 മാസം ആയിട്ടുണ്ട്. ഒരു 2 മാസം മുന്നേ നാട്ടിൽ പോയി വരുന്ന സമയത്ത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേയൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ട്. മുടീൻ്റെ അടിയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ട്. എനിക്ക് തന്നെ എന്തോ മാതിരി തോന്നുന്നുണ്ട്. ചെറിയ സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഏതായാലും ഒന്ന് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമെന്നുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മളുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. സോ ഏട്ടനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമാണ് പോകുന്നത്. ഏട്ടനും ഇഷാനും കൂടി പാർക്കിൽ കളിക്കാൻ പോയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇഷാൻ എൻ്റെ കൂടെ വരും. സോ സാധാരണ പോകുന്ന സമയത്ത് ഏട്ടൻ ഉണ്ടാവാറുണ്ട്. കാരണം കുറച്ച് ദൂരമാണ് ഞങ്ങൾ പോവുക. അപ്പം വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ഇഷാനിന് കട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിച്ചാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് സലൂണിൽ പോയി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേസ് അവിടെ ഇപ്പോൾ കട്ട് ചെയ്യുമോ ഒന്നും എനിക്കറിയില്ല. പോയി ചോദിക്കണം. ചോദിച്ച് ഇപ്പോൾ വേറെ അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊന്നും അവർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം. പിന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ കളറൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഞാനപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടെ അപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ പോവാം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്താണ്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അവരുടെ ഹെയർ സ്റ്റുഡിയോ. ഇക്സി എന്നാണ് പേര്. ഏതായാലും പോയി നോക്കാം. ഇതുവരെ ഞാൻ പോയിട്ടില്ല. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇവിടെ എത്തി കേട്ടോ. കയറി നോക്കട്ടെ എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് അപ്പോയിൻമെൻറ്റ്സ് വഴി മാത്രമേ അവർ എടുക്കുന്നില്ലൂ എന്നാണ്. അപ്പം ഇന്ന് ഫുള്ളാണ് അപ്പോയിൻമെൻറ്റ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നാളെ ബുക്ക് ചെയ്തിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പോയി അതുപോലെ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് നാളെ എന്തായാലും പോവാം. അപ്പം ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോവാം. ഇപ്പം ഏതായാലും ഞാൻ ഏട്ടനും ഇഷാനും പാർക്കിലുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറയും ചെയ്തിന് ഇന്നലെ പറ്റിയിട്ടില്ലാന്ന്. അല്ല ഞാൻ പ്ലിങ്ങിയത് ഞാനെന്താ ഡോഷല്ലേ എന്നാറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് ചടപടയെന്ന് പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഒരു ഹറിബറി ഓട്ടത്തിനിടയിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങുന്ന വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇഷാൻ കുറച്ച് ക്രാങ്കി ആയിരുന്നു. അപ്പോൾ ഏട്ടനും ഇഷാനും കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും വേറൊരു ക്ലയൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഞാൻ കളർ അടിക്കുന്ന കാര്യം പറഞ്ഞ സമയത്ത് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കളർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഹെയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് അന്വേഷിച്ച് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിൽ ലോങ് ലെയറും ഫ്രണ്ടിൽ വന്നിട്ട് ചെവിയുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നല്ലൊരു ലെയറുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫേസ് ഫ്രെയിമിങ് മാതിരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
how often does leave-in conditioner should apply? For example, if you use that, you don't have to wash. Just wash shampoo, conditioner, and then when you want to comb, you put it in your hair and you leave it. Okay. Every hair wash day. Yeah, every time when you wash your hair, you use that. Okay. Yeah. That's great. I It initially makes it don't. soft, Yeah. shiny. You see your hair? Use that. So good. So good. Make it soft. You don't feel dry. So beautiful. I also like it so much. And I like the Yeah. the little thing. So nice. If you get an award, your parents are going to get invited. But if you do not get an award, your parents are not going to get invited. And one day, Yeah. come You're to about us. cut We that go out. dry your hair. I can do But a you don't say the little, award. just in the bottom. At least Just an to hour make a after the difference. award. This also looks nice. Yeah, nice too. You know, many people they do the Yeah. like this with the dry and it looks so nice because it's bouncy. You have a hair. I'm going to wear a coat. That's good. Yeah. Surely I will come one day. Yeah, one special day. Yeah. Yeah, you can do Sure. the dry night. Wow. It's amazing. Yeah. You can put Thank whatever you so want. much. Yes. Yeah, I loved it. Yes, perfect. You can put in the middle, on the side, whatever you want. The haircut is even, whatever you blow dry your hair. Okay. See your layers? How pretty. You have? Perfect. You have hair. Yeah. Yes. And the length is nice. It's Yeah. comfortable for you. Yeah. Yeah. You see? Wow. I love it. I also love it. So nice in you. Different person. Yeah. Okay. നമ്മളെ ഹെയർ കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഇതുവരെ ഇത്ര ലെങ്ത് ഞാൻ കുറച്ചിട്ടില്ല. കുറക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഇഷ്ടമായി. ആ ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായി. അവർ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. കുറേ എന്തെല്ലോ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം വാ, അപ്പോൾ ഈ പറയുന്ന പോലെ അടിക്കാലൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ഇനി എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടാകുമ്പോൾ പോയി നോക്കാം. എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമായി. ഇനി ഷുവറായിട്ടും അവിടെ ഒരിക്കൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് ഇതാ ഞാൻ വീട്ടിൽ എത്താറായിട്ടുണ്ട്. വീട് ആക്ച്വലി ഇതാ ഈ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ ക്രോസ് ചെയ്യാൻ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടന്ന് ക്രോസിങ് ലൈനിൻ്റെ അടുത്ത് അവിടെ നിന്ന് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞാനിതാ വീട്ടിൽ എത്താറായിട്ടുണ്ട്. എത്തി, ബിൽഡിങ്ങിന് താഴെ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറട്ടെ. ഇഷാൻ ഉറങ്ങിയിട്ടുണ്ടാവണം. നല്ല ഉറക്കം വന്നിട്ടായിരുന്നു വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. സോ ഞാൻ
വീട്ടിൽ. Door open. അപ്പോൾ ഞാൻ നമ്മളുടെ വീടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഏട്ടൻ എന്നെ കട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ ആണ് ഏട്ടനും മിഷാനും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഏട്ടൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആടെന്നാ ചേച്ചിക്ക് വാങ്ങിയിട്ടില്ല. അടിപൊളി. എനിക്ക് സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഹെയർ കട്ടിങ് വീഡിയോ. വന്നിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോയ സമയത്ത് നിങ്ങളെ കൂടെ കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏതായാലും ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻസ് പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ. അല്ലേ ഞാൻ മാട് കയറിയതോ മതി.